വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് കാണേണ്ടി വന്ന, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇത് കണ്ടല്ലേ പറ്റുള്ളൂ ഇതിനെക്കുറിച്ച് പറയണത്, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ശബ്ദം മ്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും കാണാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടു തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം ഭീകരമായൊരു കാഴ്ച. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അവിടെ ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു ചങ്ങാതിയെ, ഒരു ദിബു ചന്ദ്രദാസ് എന്ന പേരുള്ള ആളെ മതനിന്ദ ആരോപിച്ചിട്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്ന് ഒരു ആക്രമണത്തിനൊടുവിൽ ആളെ ചവിട്ടിക്കൂട്ടി കൊന്ന്, എന്നിട്ട് അരിച്ചത് തീരാതെ ആ ശവം കെട്ടിത്തൂക്കിയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്ന കാഴ്ച, ഇതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന കാഴ്ച, ആ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ കൂടെ നിന്ന് മൊബൈലിൽ പകർത്തുന്ന കാഴ്ച, അത് പകർത്തുകയും കത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു അക്ബർ വിളിച്ചിട്ട് അവിടെ അതിന് ആക്രോശം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഉത്തേജനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് അപ്ലോഡ് ചെയ്യുന്ന കാഴ്ച, ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്യുന്ന കാഴ്ച, ടെലഗ്രാമിൽ അയച്ചു കൊടുക്കുന്ന കാഴ്ച. അങ്ങനെ ചെല്ലുന്ന സമയങ്ങളിൽ അത് ആ സമയത്ത് കാണാനോ അവിടെ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനോ തല്ലാനോ കൊല്ലാനോ പറ്റാതെ പോയ ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതുകൂടാതെ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന ആളുകൾ, സ്വന്തമായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന ആളുകൾ, ഇത് പല ആളുകൾ ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ അത് കണ്ടിട്ട് അല്ലാഹു അക്ബർ വിളിച്ച് കമൻ്റ് ഇടുന്ന ആളുകൾ, അങ്ങനെ അല്ലാഹു അക്ബർ കമൻ്റ് ഇടുന്ന ആളുകൾ, ആ കമൻറ്റുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന ആ മുസ്ലിങ്ങൾ, ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടുള്ള മുസ്ലിങ്ങളെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലേത് ഘട്ടത്തിൽ നിൽക്കുന്ന മുസ്ലിമിനെയാണ് നിങ്ങൾ തീവ്രവാദ മുസ്ലിം, ജിഹാദി മുസ്ലിം എന്ന് വിളിക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്ന കമൻറ്റ് കണ്ടപ്പോൾ അത് ഈ വിഷയത്തിൻ്റെ പേരിൽ വന്ന കമൻറ്റ് ആയിട്ട് കൂടി അവിടെ പോയിട്ട് അതിന് ലൈക്ക് ചെയ്ത മുസ്ലിം ഒരു തീവ്രവാദ മുസ്ലിമാണോ നിങ്ങളൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ ലൈക്ക് ചെയ്തത് തീവ്രവാദ മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ ആ അല്ലാഹു അക്ബർ എന്നുള്ള കമൻ്റ് ഇട്ടത് ഒരു തീവ്രവാദ മുസ്ലിമാണോ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇനി അതുമല്ല, ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അല്ലാഹു അക്ബർ എന്നുള്ള കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ച ആ വീഡിയോ ഇട്ട ആളാണോ ഈ പറയുന്ന തീവ്രവാദ മുസ്ലിം? എനിക്കറിയാൻ വയ്യ. ഇനി അതുമല്ല, ഈ പറയുന്ന ആൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് ഈ വീഡിയോ അയച്ചു കിട്ടിയ, അല്ലെങ്കിൽ സ്വന്തം പോയി റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ആളുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയോ ചെയ്ത ആ റെക്കോർഡ് ചെയ്ത വ്യക്തി അയാളാണോ ഈ പറയുന്ന തീവ്രവാദ മുസ്ലിം, ഈ ജിഹാദി എന്ന് പറയുന്നത്? അറിയാൻ വയ്യ. ഇനി അതുമല്ല, ഈ പറയുന്ന ആളുകൾ ഈ തല്ലിക്കൊല്ലുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ വിളിച്ചത് റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടു. ഇതിലാരാണ് തീവ്രവാദ മുസ്ലിം? തല്ലിക്കൊന്നവർ മാത്രമാണോ തീവ്രവാദ മുസ്ലിം? ഇതാരാണെന്ന് നിങ്ങൾ സ്വയം അന്വേഷിക്കുക. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ തരത്തിൽ മറ്റൊരു മതത്തിൻ്റെ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി, ഇതൊരു ഹെയ്റ്റ് അല്ല നമ്മൾ ഈ പറയുന്നത്. നിങ്ങൾ ഇത്തരം അക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇതിലേക്ക് നിങ്ങൾ ഹെയ്റ്റ് ക്രൈംസ് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ ശരിയാവില്ല. കാരണം എന്താണ്, ഇവിടെ കൃത്യമായിട്ട് അവർ പറയുന്നത് എന്താ? മതനിന്ദ നടത്തിയെന്നാണ് പറയുന്നത്. മതനിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അവർക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെ അത് എന്താണ്, കറപ്ഷൻ ഇൻ ദ ലാൻഡ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് 5:33 പറഞ്ഞ തരത്തിലുള്ള ആ തരം അക്രമങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു കാഴ്ച, മതനിന്ദ ആരോപിച്ചുകൊണ്ട് നടത്തുന്ന അക്രമങ്ങൾ, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വാസികൾക്ക് ദഹിക്കില്ല. അവരുടനെ ഇത് വലിയ തോതിൽ ഇത് ഇസ്ലാമിക നിയമം ഇങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് നമുക്ക് വൈകാതെ പറയാം. അപ്പോൾ ഏതായാലും ഈ വാർത്തയാണ് നമ്മളിവിടെ കണ്ടത്. ഇതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാനുള്ള ത്രാണി എനിക്കില്ല. പക്ഷേ ഇതാണ് ആ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കുക. ആ ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാം എന്താണ് സാധനം എന്നുള്ളത്. ഇതാണ് ആ വാർത്ത. ഇതിൻ്റെ വീഡിയോ പ്രചരിച്ചത് അങ്ങനെയാണ്. അതിൽ എത്രമാത്രം ലൈക്കും ഷെയറും കമൻറ്റുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പോയി നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ ഇട്ട ആളുകളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഇതൊക്കെ സംഖ്യകളായിരിക്കുന്നതായിരിക്കും നിങ്ങൾ പറയുക. അതെ, നർഗീസ് ക്വീൻ, ബംഗ്ലാദേശിലെ ഓരോ സംഖ്യകളുടെ പേരുകളാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. അല്ലാഹു അക്ബർ എന്നാണ് താഴെ വന്നിട്ടിരിക്കുന്നത്. പിന്നെ പാഗൽ മോൻ അല്ലാഹു അക്ബർ ഇട്ടിട്ടുണ്ട്. സെമീം പായൽ അല്ലാഹു അക്ബർ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് യുവർ മൊഹീമ, ഓക്കെ, അല്ലാഹു അക്ബർ ഇട്ടിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരേപോലെ ഇട്ടിട്ട് അവിടെ അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുന്നത് നമ്മൾ കാണാതെ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ അല്ലാഹു അക്ബറുകളൊക്കെ ഒന്നും കൂടി ഞാനിവിടെ എടുത്ത് ഒന്ന് മഞ്ഞ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അല്ലാഹു അക്ബർ. ഈ ഒരു അല്ലാഹു അക്ബറിന് കിട്ടുന്ന ലൈക്ക് നിങ്ങളൊന്ന് നോക്കുക. 411 ലൈക്കൊക്കെയാണ് ഓരോന്നിന് കിട്ടിയിരുന്നത്. പക്ഷേ അതിലൊരു സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ആ 13 റിപ്ലൈ കാണുന്നുണ്ടല്ലോ. ആ റിപ്ലൈ മുഴുവൻ തെറിയാണ്. നിനക്കൊന്നും നാണമില്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കുന്ന കമൻറ്റുകളാണ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതിൽ ഒറ്റയും തെറ്റയുമായിട്ട് മലയാളികളായിട്ടുള്ള ആളുകളുടെ കമൻറ്റ് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇതിനൊക്കെ അപലപിക്കുകയും ഇത് ചെയ്യരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന കമൻറ്റുകൾ. അതല്ലാതെ മുസ്ലിങ്ങളായിട്ട് ഉള്ള ആളുകൾ വന്നുകൊണ്ട് ഇതിനെ തള്ളിപ്പറയുന്ന ആ കമൻറ്റുകൾ എണ്ണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വരും. വളരെ കുറച്ച് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട് 2-3 ഒരു 100 കമൻറ്റ് എടുത്താൽ ഒരു 2-3 കമൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവിടെ ആ തരത്തിലുള്ള കമൻറ്റുകൾ കാണാം. ഇതാണ് അവിടെ നടക്കുന്ന കാഴ്ച. അത് തന്നെ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെ പോയിട്ട് തെറി വിളിക്കുന്ന ബാക്കി മുസ്ലിങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ ഇസ്ലാമിൽ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവിടെ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിന് അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന മുസ്ലിങ്ങളായിട്ട് ഉള്ള ആ മുസ്ലിങ്ങൾ അവിടെ കറങ്ങി നടക്കുകയാണ്, അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് നമ്മളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ പേപ്പട്ടി മതത്തെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. പേ പിടിച്ച മതം എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. ഇതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ആദ്യത്തെ ഒരു ഘട്ടം. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെ, സൗണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് പ്ലേ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കാണാം. ഓരോ അല്ലാഹു അക്ബറുകൾ എങ്ങനെയാണ് അവിടെ വന്ന് കിടപ്പുള്ളത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ കാഴ്ച. അപ്പോൾ പേപ്പട്ടി മതത്തിൻ്റെ ഒരു വിഷയം അതാണ്. ഇനി ഇതിൽ നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ്, ഇതിങ്ങനെ ചെയ്യാനുള്ള അനുവാദം ഇത് ഇസ്ലാമിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഭൂമിയിൽ അള്ളാഹുവിനും പ്രവാചകനും എതിരെ ഉണ്ടാക്കുന്ന കുഴപ്പം 5:33 നമ്മൾ ജോസഫ് മാഷെ കയ്യും കാലും വെട്ടിയെടുക്കാനുള്ള ആ നിയമം. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യാനുള്ള അനുവാദം എന്നാണ് ഇവർ പറഞ്ഞു വെക്കാറുള്ളത്. ഇസ്ലാമിക നിയമമുള്ള സ്ഥലത്ത് അവിടെയുള്ള ഭരണാധികാരികൾ ഇത് ചെയ്യും. ഇസ്ലാമിക ഭരണം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇസ്ലാമിക ഭരണമല്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ അവിടെ ഈ നിയമം നടപ്പിലാക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഈ വിജിലാൻറ്റീസം എന്ന് പറയുന്ന വിഷയം, ഈ സദാചാര ഗുണ്ടായിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഈ സദാചാര ഗുണ്ടായിസം, വിജിലാൻറ്റീസം എന്ന് പറയുന്ന ഒരു രീതി, അത് ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് മുഹമ്മദ് നബി ഉള്ള സമയത്ത് തന്നെ നടത്തിയിട്ടുള്ള കാഴ്ചയാണ് പറയുന്നത്. മുഹമ്മദ് നബിയുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ പറഞ്ഞു, അയാൾ മുഹമ്മദ് നബിയും പുള്ളിയും കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കൊള്ളയടിക്കാൻ പോലാണല്ലോ ഇവരുടെ മെയിൻ തൊഴിൽ. അങ്ങനെ പോയ സമയത്ത് ഏതോ ഒരു ഗോത്രം കൊള്ളയടിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇതേപോലെ വീതം വെച്ചു. അങ്ങനെ ഈ പറയുന്ന അന്ധനായ ഒരു വ്യക്തിക്ക് ഒരു അടിമ പെണ്ണിനെ കിട്ടി. അങ്ങനെ ആ പെണ്ണുമായിട്ട് ജീവിക്കുന്ന ഈ അന്ധനായ വ്യക്തി ഒരു ദിവസം ഈ പെണ്ണ് ഈ ആളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിരന്തരം തൻ്റെ കുടുംബത്തെ കൊള്ളയടിക്കുകയും തൻ്റെ കുടുംബത്തെ ഇതേപോലെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത പ്രവാചകനെ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഏത് വലിയ കൊലകൊമ്പൻ പ്രവാചകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയില്ലായ്മ കാണിച്ച ആരായാലും തെറി വിളിക്കും. ഇതാണ് അവിടെ തന്തയില്ലായ്മ അല്ല, ബാപ്പയില്ലായ്മ കാണിച്ച ആരായാലും തെറി വിളിക്കും. അങ്ങനെ ഈ ഒരു പെണ്ണ് മുഹമ്മദ് നബീനെ നല്ല അസൽ ബാപ്പയില്ലായ്മ കാണിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടിരുന്നു, ബാപ്പാക്കും ഉമ്മാക്കും വിളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതേപോലെ ഈ ആൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, മോളെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഇതെൻ്റെ പ്രവാചകനാണ്, എൻ്റെ പ്രവാചകനെ തെറി വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ഇയാൾക്ക് ദേഷ്യം വന്ന് ഇതേപോലെ ബാപ്പാക്കും ഉമ്മാക്കും വിളിച്ചപ്പോൾ പുള്ളി കയ്യിലിരുന്ന കത്തി എടുത്തിട്ട് ആ പെണ്ണിനെ കുത്തിയങ്ങ് കൊന്നു. ഇതാണ് ഉണ്ടായത്. അങ്ങനെ കുത്തിയങ്ങ് കൊന്നിട്ട് ഈ കുറ്റം ഏറ്റു പറയാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് വന്ന് ഏറ്റു പറയാണ്, ഞാൻ കൊന്നു കേട്ടോ, ഇന്ന ആളെ ഞാൻ കൊന്നു, എൻ്റെ ഭാര്യ, ഇത് കൊല്ലാനുള്ള കാരണം ഇതാണ് എന്ന് പറഞ്ഞു. അടിമ പെണ്ണാണ്. അപ്പോൾ മുഹമ്മദ് നബി എന്താ ചെയ്തത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിന്നോട് ആരാ കൊല്ലാൻ പറഞ്ഞു? ഞാനിവിടെ ഭരണാധികാരി ഇല്ലേ, ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമമല്ലേ നടപ്പിലാക്കേണ്ടത്? നിങ്ങളങ്ങനെ നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മുഹമ്മദ് നബി എന്നൊക്കെയുള്ള രീതിയിൽ, ഒരു ഭരണാധികാരി എന്നൊക്കെയുള്ള രീതിയിൽ പറയണമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ മുഹമ്മദ് നബി പറഞ്ഞതൊന്നുമല്ല. ഇജ്ജ് ചെയ്ത നല്ല കാര്യമാണ്, അനക്ക് കിസാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ വെറുതെ വിടുകയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രതിക്രിയ എന്ന് പറയുന്ന സാധനം ഇല്ല, അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല, ഇത് ചെയ്തത് നല്ല അസൽ കാര്യമാണ് എന്ന് പറഞ്ഞ് വിടുന്നു. ഇതാണ് അവിടെ ഉണ്ടായത്. ഇതൊരു ഉദാഹരണം. ഇതേപോലെ വിജിലാൻറ്റിസം എന്ന് പറയുന്നത്, അതായത് നിയമം കയ്യിലെടുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാനും കത്തിക്കാനും വേണ്ടിയിട്ട് ആളുകൾക്കുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കാണിച്ച ആളും കൂടിയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. മറ്റൊരു ഇൻസ്റ്റൻസ് ഇതേപോലെ ഒരു ഹദീസിൽ നിങ്ങൾക്ക് വായിക്കാം. ഈ അതുപോലെ മതം ഉപേക്ഷിച്ച കുറച്ച് ആളുകളെ ഇതേപോലെ പിടികൂടുകയും അവരെ കത്തിച്ച് കളയുകയും ചെയ്തു. ഇപ്പോൾ ഇതിലും ഒരു പ്രശ്നം അതാണ്. മതനിന്ദകരായിട്ടുള്ള ആളെ കൊന്നിട്ടാണ് കത്തിച്ചത്, അല്ലാതെ നേരെ തീയിടുകയല്ല ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിന്ദകരായിട്ടുള്ള ആളുകൾ ജീവനോടെ കത്തിച്ചു. അപ്പോൾ ഇവർ പറയുന്ന ഉപേക്ഷിച്ച ആളുകൾ, അപ്പോസ്റ്റേറ്റ്സ്, അപ്പോൾ അവിടെ എന്താ വന്നിട്ട് തിരുത്തുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത് തീയിട്ട് കൊല്ലാൻ? കഴുത്ത് വെട്ടാനല്ലേ നമ്മുടെ മുഹമ്മദ് നബി പഠിപ്പിച്ചത്
ഇങ്ങനെ തീയിട്ട് കൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നേ അവിടെ പ്രശ്നമുള്ളൂ. അല്ലാതെ കൊന്നത് ശരിയാണോ, കൊല്ലപ്പെടാൻ പാടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ കൊല്ലാൻ പാടുണ്ടായിരുന്നോ, ഇതൊന്നുമല്ല അവിടുത്തെ ചോദ്യം പറച്ചിലൊന്നും. കൊന്നത് എങ്ങനെയെന്നുള്ളതാണ്. നിങ്ങളോട് ആരാണ് തീ കത്തിച്ച് കൊല്ലാൻ പറഞ്ഞത്? കഴുത്ത് വെട്ടാനല്ലേ നമ്മുടെ നബി നമ്മളോട് പഠിപ്പിച്ചത് എന്നതാണ് അവിടുത്തെ വിഷയം. ഇത് മതനിന്ദകരായിട്ടുള്ള ആളുകളല്ല, ഇത് മതം ഉപേക്ഷിച്ച ആളുകളുടെ കഥയാണ് ഈ പറയുന്നത്. ഇങ്ങനെ പല ഇൻസ്റ്റൻസസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ സ്വന്തം അനുയായികളെ കൊണ്ട് മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ നിന്ദിച്ചു എന്നതിൻ്റെ പേരിലോ മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്നതിൻ്റെ പേരിലോ ഒക്കെ ഇതേപോലെ ആളുകളെ കൊണ്ട് കൊല്ലിക്കുന്ന കാഴ്ച. കഅബ് ബിൻ അഷ്റഫിൻ്റെ കഥ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഭരണാധികാരിയായിരുന്നു എന്നൊക്കെയാണ് പറയുക. ഭരണാധികാരിയാണെങ്കിൽ എന്താ ചെയ്യുക? ഭരണാധികാരിയാണ് മുഹമ്മദ് നബി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആരിനടാ, ആരവിടെ ഉള്ളത്? ഞാനുണ്ടടാ, ഓക്കെ വരിനടാ, ഇന്നൊരാളുണ്ട്, അവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരൂ, നമുക്ക് അവന് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് ശിക്ഷിക്കുക. ഇതാണല്ലോ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. പക്ഷേ മുഹമ്മദ് നബി എന്താ ചെയ്തത്? എനിക്കെതിരെ നിരന്തരം കവിതയൊക്കെ എഴുതി എന്നെ ഇതേപോലെ നാറ്റിക്കുന്നൊരു ഒരു ഒരു എന്താണ് ഒരു ഹാർപിക് ഹുസൈൻ അവിടെ ഉണ്ട്, ഇവനെതിരെ എന്തെങ്കിലും ചെയ്യണം. ആ ഹാർപിക് ഹുസൈൻ്റെ അന്നത്തെ അവിടുത്തെ പേര് കഅബ് ബിൻ അഷ്റഫ് എന്നാണ്. അപ്പോൾ ഇവനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആളെ അയക്കുന്നു. അപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരാനോ ഇതൊന്നുമല്ല പറയുന്നത്. അവനെ കൊല്ലാൻ ആർക്ക് സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മസ്സലമ എന്ന് പറയുന്ന ഒരാൾ എഴുന്നേറ്റ് ചാടി നിന്നിട്ട് പറയാണ്, ഞാൻ കൊന്നു തരാം എന്ന് പറയാണ്. അപ്പോൾ ആളാരാണ്? ആൾ ഭടനാണോ? ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ആളാണോ? ഒന്നുമല്ല, കൂടെ ഇരിക്കുന്ന ഏതൊരു തെണ്ടി. ആ തെണ്ടി ചാടി എഴുന്നേറ്റ് പറയാം, ഞാൻ കൊന്നു തരാമെന്ന് പറയും. ഒരു ഗുണ്ട, അതായത് കുറേ ഗുണ്ടകളിരിക്കുന്നു. അതിൽ ഗുണ്ടാത്തലവനായ ഗബ്ബർ സിംഗ്, അറേബ്യൻ ഗബ്ബർ സിംഗ് ആയിട്ടുള്ള നമ്മുടെ മുഹമ്മദ് നബി ചോദിക്കുകയാണ്, ആരാണ് അവനെ കൊല്ലുക എന്ന് ചോദിക്കുന്നു. ഇതിൽ ആർക്കുണ്ട് ഉശിർ എന്ന് ചോദിക്കുമ്പോൾ എനിക്കുണ്ട് ഉശിർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗുണ്ട അയാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ കൊള്ളാലോ, ശരി എന്ന് പറയുന്നു. പക്ഷേ അയാളൊരു കണ്ടീഷൻ വെക്കുകയാണ്, ഞാൻ കൊന്നൊക്കെ തരാം, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റണം, നുണ പറയാൻ പറ്റും, ഒരു ചതി ഉപയോഗിക്കാൻ എനിക്ക് അനുവാദം തരണം എന്നാണ് പറയുന്നത്. കാരണം ചതി ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമല്ലേ? കൊല്ലുന്നതും ഒക്കെ ഓക്കെ, അതൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ചതിക്കുക എന്ന് പറയുന്നത് മോശമാണല്ലോ. പക്ഷെ അത് ചെയ്യാനുള്ള പ്രവാചകൻ്റെ ഒരു അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തണ്ടിത്തരം ചെയ്യുക? അതായത് മുഹമ്മദ് നബി 1000 ആളുടെ തല അരിഞ്ഞാൽ അരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞ മാതിരി വഞ്ചന ഒരു പ്രശ്നമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ മുഹമ്മദ് നബി വഞ്ചിച്ചാൽ അത് ഹലാൽ വഞ്ചനയാണ്. ഇതാണ് അവിടുത്തെ കഥ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നതാണ്, എനിക്കൊരു ചതി പ്രയോഗിക്കാനുള്ളൊരു അവസരം, ഒരു അനുവാദം തരണം. അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ പോയിട്ട് കഅബ് ബിൻ അഷ്റഫുമായിട്ട് ചട്ടം കെട്ടുന്നു. അയാളെ ഇതേപോലെ കബളിപ്പിച്ചിട്ട് അയാളെ കൊല ചെയ്യുന്ന കാഴ്ച നമ്മൾ നിരന്തരം പറഞ്ഞില്ല. നമ്മൾ ഫാറൂഖിൻ്റെ കൊലപാതകവുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുള്ളൂ. കാരണം ആ തരത്തിലുള്ള ഒരു ചതിപ്രയോഗമാണ് സത്യത്തിൽ ഫാറൂഖിനെതിരെയും എടുത്തത്. അതായത് ഒരു സൗഹൃദം സ്ഥാപിക്കുക ഇത്തരം ആളുകളായിട്ട്, എന്നിട്ട് അവരെ ചതിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് തക്കം പാർത്തിരുന്നിട്ട് അവരെ തലവെട്ടിയെടുക്കുക. ഇതാണ് ഈ പറയുന്ന കാഴ്ച ഈ ഒരു കഥയിലുള്ളത്. ഇത് തന്നെയാണ് ഫാറൂഖിനോട് ചെയ്തത്, തന്നെയാണ് നമ്മളുടെ ചേകനൂർ മൗലവിയോടും ചെയ്തിട്ടുള്ളത്. അവരുമായിട്ട് കൂട്ടുകൂടി അവരെ ഒപ്പമുള്ള ആളുകളാണ് എന്ന് ധരിപ്പിച്ചിട്ട് എന്നിട്ട് തക്കം പാർത്തിരുന്നിട്ട് തലവെട്ടിയെടുക്കുന്ന കാഴ്ച. അപ്പോൾ ഈ തരത്തിലുള്ള ചതി പ്രയോഗത്തിലൂടെ വരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുമ്പോൾ ചതി വരെ ഹലാലായി മാറുന്ന കാഴ്ച കാണുമ്പോൾ ഇത് ചെയ്തത് ഏത് രീതിയിലാണ്? ആർക്കെതിരെയാണ്? മതനിന്ദകരായിട്ടുള്ള. മതനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയെ കളിയാക്കി. ഇതാണ് പറയുന്നത്. ഇത് 1 2 ഒന്നുമല്ല, ഇതുപോലെ 100 കണക്കിന് ആളുകളെ ഇതേപോലെ വേട്ടയാടാനും കൊല്ലാനും കൊന്നതിൻ്റെയും ഒക്കെ തെളിവുകൾ നമുക്ക് ഈ പറയുന്ന ചരിത്രത്തിൽ കിട്ടും. ഇതാണ് ഈ പറയുന്ന പേപ്പട്ടി മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബംഗ്ലാദേശിൽ ഈ നടക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത് ഒരു ഹെയ്റ്റ് ക്രൈം അല്ല. ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് എന്തൊരു തോന്നിയിട്ടെങ്കിൽ ചെയ്തു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരു മതനിന്ദ നടത്തി എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇസ്ലാമിക ഭരണം ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് വിജിലാൻറ്റീസം എന്നുള്ള നിലയ്ക്ക്, ഒരു സദാചാര ഗുണ്ടായിസം എന്നുള്ള നിലയ്ക്ക് അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിൽ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അറിയുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഈ ജിഹാദികൾ അത് ഏറ്റെടുത്ത് നടത്തുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഇത് പണ്ട് മുഹമ്മദ് ഹിജാബ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു UK ജീവിക്കുന്ന ഒരു ഉണ്ണാക്കനുണ്ട്. ഒരു വലിയ ഒരു ദാവാ പ്രവർത്തകനാണ്. നമുക്കൊക്കെ അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇവിടെ പലപ്പോഴും ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി ഒരിക്കൽ പറയുന്നുണ്ട്, മതം ഉപേക്ഷിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ചില ചർച്ചകൾ ഈ അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റുമായിട്ടൊക്കെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ദ വിജിലാൻറ്റീസ് മൈറ്റ് കിൽ യു എന്നാണ് പറഞ്ഞത്. അവർ നിങ്ങളെ കൊന്നേക്കാം, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇത് പുള്ളിയുടെ പ്രസംഗത്തിൽ വന്നുപോയ ഒരു നാക്കുപിഴ എന്നാണ് പിന്നീട് അയാൾ പറയുന്നത്. പക്ഷേ ഇതാണ് ഇസ്ലാമിലെ വസ്തുത എന്നുള്ളത് പുള്ളി അറിയാതെ സമ്മതിക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത് അന്ന്. ഇതാണ് ഇതിൽ നടക്കുക. അപ്പോൾ ഇസ്ലാമിക നിയമം രാജ്യം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അത് ഒഫീഷ്യലായിട്ട് നടപ്പിലാക്കും, ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ നടപ്പിലാക്കും. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നിലവിൽ ഒരു ഇസ്ലാമിക രാജ്യമായിട്ടല്ല ഔദ്യോഗികമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ ആ നിയമം നടപ്പിലാക്കാനുള്ള ആ ഒരു തടസ്സം മറികടക്കാൻ അവർ ചെയ്യുന്ന എന്താണ്, ഈ മോബ് വയലൻസ് അത് എടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പേപ്പട്ടി മതത്തിൻ്റെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് ആദ്യമൊന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിശ്വാസികൾക്ക് തോന്നുകയാണ് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം അപൂർണമാണ്, നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോയി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരുണത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഇതിവിടെ പറഞ്ഞപ്പോൾ കുറേ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എനിക്ക് ഒരു വാർത്ത ഷെയർ ചെയ്തു തന്നു. പാലക്കാട് ഒരു BJP പ്രവർത്തകർ കുറച്ച് ആളുകൾ അറസ്റ്റിലായി എന്നാണ് അറിയുന്നത്. എല്ലാവരും കൂടിയിട്ട് ഒരു ചങ്ങാതിയെ തല്ലിക്കൊന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം, ആള് ഒരു ബംഗ്ലാദേശിയാണ് എന്ന ഒരു ആരോപണം അത് വെച്ചുകൊണ്ട് കുറേ ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു രാം നാരായണനെ തല്ലിക്കൊന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ രാം നാരായണനെയാണ് കൊന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. സംശയം എന്തായിരുന്നു, ബംഗ്ലാദേശിയാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അപലപിക്കണം എന്നുള്ളതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപലപിച്ചിരിക്കുന്നു, വളരെ ശക്തമായി അപലപിച്ചിരിക്കുന്നു, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ അപലപനം ഞാനിവിടെ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് അപലപിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി നിങ്ങൾക്ക് ആ വാർത്ത കാണുമ്പോൾ ഈ വാർത്ത ഇടാൻ തോന്നിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം നിങ്ങളൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിന് മറുപടി എന്നോണം വേറൊരു സാധനം കൊണ്ടുവച്ചിട്ടല്ലല്ലോ നമ്മളൊരു കാര്യം പറയാറുള്ളത്. അല്ല, അപലപിക്കേണ്ടതിന് നമ്മൾ അപലപിക്കും. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഓഞ്ഞ ഉദാഹരണങ്ങൾ, ഓഞ്ഞ കമ്പാരിസൺസുമായിട്ട് നിങ്ങൾ വരുന്നു. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഒരു BJP പ്രവർത്തകർ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെന്തിൻ്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്? ഇത് അവരുടെ ഒരു ഹെയ്റ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സാധനമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യത്തെ, ഒരു റിലീജിയസ് മോട്ടിവേഷൻ ഉള്ള ഒരു വിഷയം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വയലൻസിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സംഭവം ഇതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അവിടെ തന്നെ നിങ്ങൾക്ക് പഴിച്ചു പോവുകയാണ്, അവിടെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് പോലും നമ്മൾ അതിനെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിനെ നമ്മൾ അപലപിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന സാധനത്തെ നിങ്ങൾ അപലപിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയത്തെ അപലപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഒക്ടോബർ 7 വയലൻസിനെ നിങ്ങൾക്ക് അപലപിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ പല വിഷയങ്ങൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അതിനൊന്നും അപലപിക്കാൻ സാധിക്കാറില്ല. പക്ഷേ ഗാസയിലെ കുട്ടികൾ മരിക്കുന്നതിന് നിങ്ങൾക്ക് അപലപിച്ചേ പറ്റൂ. സൗകര്യമില്ലാന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളിതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം, സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് എന്താണ്, ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഈ മതനിന്ദ കുറ്റം ആരോപിച്ച് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ മുസ്ലിങ്ങൾ കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഒന്നാമത് കണ്ടത്. അതായത് തല്ലുകയും കൊല്ലുകയും ചെയ്തതിന് ശേഷം, അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അയാളെ കെട്ടി തൂക്കിയിട്ടിട്ട് ഇതുപോലെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്ന കാഴ്ചയും അത് കണ്ടിട്ടുള്ള അതിൻ്റെ ബാക്കി വിഷ്വൽസാണ് നമ്മളവിടെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ മുഴുവൻ പ്ലേ ചെയ്യാതെ ഇട്ട ആ വീഡിയോ. അതായത് അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്, അതാണ് നമ്മൾ കണ്ടത്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടത്. ഒന്നത്. രണ്ട്, അങ്ങനെ ആ കത്തിക്കുന്ന വീഡിയോ അത് പകർത്തിയിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതിൻ്റെ കാഴ്ചയാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. അപ്പോൾ കത്തിച്ചത് മുസ്ലിങ്ങൾ, അത് ഷെയർ ചെയ്തത് മുസ്ലിങ്ങൾ. അതിനുശേഷം പിന്നീട് ആ ഒരു സംഗതി അവിടെ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരെണ്ണം കണ്ടതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിങ്ങൾ ഇതേപോലെ ചിത്രീകരിച്ച് അവരവരുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളവിടെ മറ്റൊരു കാഴ്ചയായിട്ട് കണ്ടത്. അതും ചെയ്തത് മുസ്ലിങ്ങളാണ്. ഇനി ഈ പറയുന്ന നാലാമത്തെ പോയിന്റ് എന്താണ്, ഈ ഒരു വീഡിയോ അത് ഷെയർ ചെയ്ത് വരുമ്പോൾ ബാക്കി മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ അടിയിൽ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് എഴുതിയിട്ട് അതിനോട് ഐക്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം പിന്നെ കാണുന്നതാണ് ഈ അല്ലാഹു അക്ബർ ഇടുന്ന കമൻറ്റുകൾക്ക് പോയിട്ട് ലൈക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 5 കൂട്ടം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇത് നമ്മൾ പറയുന്നത് BJP തീവ്രവാദികളോ ഹിന്ദു തീവ്രവാദികളോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഈ പറയുന്നത്, ഈ വിഷയത്തോട് ഐക്യപ്പെടുന്ന സാധാരണ മുസ്ലിങ്ങളെക്കുറിച്ചായി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കമ്പാരിസൺ റിലീജിയസ് മോട്ടിവേഷൻ ഉള്ള ഒരു ക്രൈം വേഴ്സസ് ഒരു ഹെയ്റ്റ് ക്രൈം, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഒരു ഓഞ്ഞ ഉദാഹരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഞ്ഞ കമ്പാരിസൺ. രണ്ടാമത്തെ ആ ഒരു ഓഞ്ഞത്തരം എന്താണ്, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു ഈ പറയുന്ന ക്രൈം ചെയ്ത ആളുകൾ അവിടെ മുഴുവൻ BJPക്കാരാണ്, അവർ മുഴുവൻ ഹിന്ദു തീവ്രവാദികളാണെന്നാണ് നിങ്ങൾ പറയുന്നത്.
ശരി. അപ്പോൾ ഇവിടെ ഈ കാഴ്ച, ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ആളെ മതനിന്ദ ആരോപിച്ചിട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ കണ്ടു. വീഡിയോ തല്ലിക്കൊന്നവർ, തല്ലിക്കൊല്ലുന്ന കത്തിച്ചവർ, പിന്നെ അത് വീഡിയോ എടുത്തവർ, അത് കമൻ്റ് ഇട്ടവർ, അതിന് ലൈക്ക് കൊടുത്തവർ, ഇതെല്ലാം മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങളെല്ലാവരും തന്നെ തീവ്രവാദ മുസ്ലിങ്ങളാണോ? ഇപ്പോൾ അതിനുശേഷം ഇതൊക്കെ കണ്ടിട്ട് ഇതിനോട് പ്രതികരിക്കാതെ നിൽക്കുന്ന നിങ്ങളടക്കം തീവ്രവാദ മുസ്ലിങ്ങളാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ മറ്റേത് നിങ്ങൾ കണ്ടതിൻ്റെ പേരിൽ അതുമായി ചുറ്റിപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഹിന്ദു തീവ്രവാദികളാണ് എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിലും അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മുസ്ലിം തീവ്രവാദികളാണ് നിങ്ങൾ സമ്മതിക്കണം. അത് നിങ്ങളെ കൊണ്ടാവുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം തോന്നും. അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അതായത് രണ്ട് വിഷയങ്ങളാണ് അവിടെ വീണ്ടും കടന്നു വരുന്നത്. ഒന്ന്, ഈ പറയുന്ന വിഷയത്തിന് ലഭിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യത പോലെ മറ്റേ ഒരു വിഷയത്തിൽ ഈ പറയുന്ന BJP-ക്കാർ തല്ലിക്കൊന്നു എന്ന് പറയുന്ന വിഷയത്തിൽ അതിനൊരു സ്വീകാര്യത സാധാരണ BJP-ക്കാരുടെ ഇടയിൽ പോലും ഇല്ല, ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഇല്ല. രണ്ട്, ആ ഹിന്ദുക്കൾ തന്നെ അതിനെ എതിർത്ത് പറയുന്നു. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഒരു 100 കമൻറ്റ് അല്ലാഹു അക്ബർ കാണുമ്പോൾ ഒരു 2 ഇത് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊടുത്ത് അതിനെ തള്ളി പറയുന്ന ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഒരു 5-10 ആളുകൾ വന്നിട്ടാണ് നന്നായി ഇതേപോലെയുള്ള എല്ലാത്തിനെയും തല്ലിക്കൊല്ലണം എന്ന് പറയുന്ന കാഴ്ച നമുക്കിവിടെ കാണാനുള്ളൂ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അവിടെ പിന്നെ എനിക്ക് റോളില്ല, ഇതാണ് അവിടുത്തെ കാര്യം. ആ ഒരു സാധനം ഉള്ള സമയത്ത് അവിടെ വന്നിട്ട് എന്നോട് പോസ്റ്റ് ഇടണം, കമൻറ്റ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഒരു പണി എടുക്കാൻ ആളുണ്ടാകുമ്പോൾ ഓൾറെഡി 10 ആൾ കൂടിയിട്ട് പാമ്പിനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു 11ാമനായിട്ട് പോകേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഇവിടെ 10 ആൾ പോയിട്ട് ഒരു 2 ആൾ പോലും ഇല്ല തല്ലിക്കൊല്ലാൻ. അപ്പോൾ പിന്നെ ഒരാളെങ്കിലും ആയിട്ട് ഞാൻ മാറിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പേ പിടിച്ച മതത്തിൻ്റെ പിന്നാലെ പോകാനാണ് എനിക്ക് സൗകര്യം. അതാണ് ഇവിടെ ആളില്ലാത്തത്. പേ പട്ടി എല്ലാവർക്കും പേടിയാണ്, എനിക്ക് പേടിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പേ പിടിച്ച പട്ടിയുടെ പിന്നാലെ ഞാൻ ഓടും, പേ പിടിക്കാത്ത പട്ടികളുടെ പിന്നാലെ ബാക്കിയുള്ള ആളുകൾ ഓടിക്കോട്ടെ. അതല്ലേ വേണ്ടത്. അപ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന പണി ഞാൻ ചെയ്യും. ഇതെനിക്ക് പറയാൻ പറ്റുള്ളൂ, ഇതേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളിവിടെ പറയുന്നത് ആ ബംഗ്ലാദേശി എന്നും പറഞ്ഞ് ഒരുത്തനെ BJP പ്രവർത്തകർ തല്ലിക്കൊല്ലുന്നു, അതിൻ്റെ ആ വീഡിയോ എനിക്ക് അയച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ആ തല്ലിക്കൊല്ലുന്ന ഫോട്ടോ എടുക്കുന്നവരുടെ ഡീറ്റെയിൽസ് അതിങ്ങനെ എല്ലാവരും കൂടി എടുക്കുന്നു, ചറവറ എടുക്കണം, അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യുന്ന സമയത്ത് ജയ് ശ്രീരാമോ അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചിട്ട് അത് ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോ അത് എനിക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സാധനം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന അതിൻ്റെ കാഴ്ച, അതിൻ്റെ ഡീറ്റെയിൽസ് അതും എനിക്ക് അയച്ചു തരാം. എന്നിട്ട് പിന്നെ ആ ജയ് ശ്രീരാം, ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറയുന്ന കമൻറ്റുകൾക്ക് ലൈക്ക് കൊടുക്കുന്ന ആളുകൾ, ഹിന്ദു തീവ്രവാദികൾ, അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാം. പിന്നെ അത് ഇട്ടിട്ട് അതിനുള്ള ലൈക്ക് അടിക്കുന്ന ആളുകൾ, ആ കമൻറ്റിന് ലൈക്ക് അടിക്കുന്ന ആളുകളുടെയും ഡീറ്റെയിൽസ് അതും എനിക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് നമുക്കൊരു പോസ്റ്റ് ഇടുന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാം. തൽക്കാലം അതുവരേക്കും നമ്മളതിൻ്റെ വഴിക്ക് വിടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ ഈ കാണുന്ന പോലെ ഈ തരത്തിലുള്ള കമ്പാരിസൺ നിങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇച്ചിരി കൂടി മൂക്കണം, പേ പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പേ പിടിക്കാത്തതുകൊണ്ട് തൽക്കാലം പേ പിടിച്ചതിൻ്റെ പിന്നാലെയാണ് നമുക്ക് പോകാൻ സൗകര്യമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇതേപോലെയൊക്കെ അല്ലാഹു അക്ബറൊക്കെ ഇടുന്ന മാതിരി ഇടാൻ ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കൾ എപ്പോഴാണോ ജയ് ശ്രീരാമും ഈ പറയുന്ന ഭാരത് മാതാ കി ജയ്യൊക്കെ ആയിട്ട് ഇറങ്ങുക, അപ്പോൾ നമുക്ക് ആ പണിയായിട്ട് ഇറങ്ങാം. അതുവരേക്കും തൽക്കാലം അത് ചെയ്യാൻ, അത് തടയാൻ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ഇതുപോലെ മതം തലയ്ക്ക് പിടിക്കാത്ത കുറേ ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അവരവരുടെ വഴിക്ക് വിടുക, അത് അവർ ചെയ്തോളും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം നിങ്ങളുടെ ഈ കൂട്ടരായിട്ടുള്ള ആളുകൾ പോസ്റ്റ് ഇടുകയും അതിനെ വാഴ്ത്തുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പൊട്ടിത്തെറിക്കുന്നവരും പൊട്ടിത്തെറിക്കാൻ കൂട്ടുനിൽക്കുന്നവരുമായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അവരാണ് സത്യത്തിൽ ആദ്യം ഇതിനകത്ത് ഒരു അഴിച്ചുപണിക്ക് തയ്യാറാവേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ BJP-ക്കാർ തല്ലിക്കൊന്നു എന്ന് പറയുമ്പോഴാണ് ഇത് വലിയ പ്രശ്നം. നമ്മളതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ കമ്പാരിസൻ്റെ ഇഷ്യൂ, അതുപോലെ ഇതിനകത്ത് കാണുന്ന ഇൻറ്റേർണൽ കറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇത് മാത്രം വലിയ ചർച്ചയാവുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മധുവിനെ കൊന്ന വിഷയം അത് ഇതേപോലെ ഇത് ഒരു വലിയ സംഭവമായിട്ട് ഈ കാക്കമാർ പറയണ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാരണം എന്താണ്? മധുവിനെ തല്ലിക്കൊന്നത് കൂടുതലും കാക്കമാരായിരുന്നു. അപ്പോൾ ഉടനെ അവിടെ വന്നിട്ട് മുസ്ലിങ്ങൾ തല്ലിക്കൊന്നു എന്നൊന്നും ആരും പറയാറില്ല, മുസ്ലിം ലീഗുകാർ തല്ലിക്കൊന്നു എന്ന് പറയാറില്ല. അവിടെ പിന്നെ കുറേ ആളുകൾ തല്ലിക്കൊന്നു എന്നേ പറയുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഉടനെ അത് മുസ്ലിങ്ങൾ എന്നുള്ളത് പറയുന്ന ആ ഒരു സാധനം മാറ്റി വെച്ചിട്ട് അവിടെ ഉടനെ ആളുകൾ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അത് ഹിന്ദു തീവ്രവാദികൾ എന്നൊക്കെ പറയും ഭയങ്കര ഒരു സംഗതിയാണ്.
പക്ഷേ ഇവിടെ മധുവിനെ കൊല്ലുന്ന വിഷയം വന്നപ്പോൾ ഇതല്ല. ഇത് നമ്മൾ കുറേ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ കാലം മുന്നേ ഉള്ള ഒരു വിഷയമാണ്. മധുവിനെ കൊന്നത് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം നാമധാരികൾ, ഇവർ പറയാറുണ്ടല്ലോ മുസ്ലിം നാമധാരം, അത് വെച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. അതേപോലെ മറ്റൊരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, രാജേഷ് മാഞ്ചി കൊണ്ടോട്ടിയിൽ ഇതേപോലെ കളവ് നടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബീഹാർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെ ഇതേപോലെ തല്ലിക്കൊന്നു. മണിക്കൂറുകളോളം ഇട്ട് ടോർച്ചർ ചെയ്തതിന് ശേഷം അയാളെ കൊല്ലുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അയാൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് അപകടമൊക്കെ പറ്റി, ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റിയിട്ടാണ് ആൾ മരിക്കുന്നത്. ഇതിൽ നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെയും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ആരാണ് കൂടുതലും? അതിൽ നമ്മുടെ കാക്കമാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനകത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ ആളുകളുണ്ടായിരുന്നാണ് അറിയുന്നത്. അവിടെ ഒരിക്കലും ഈ സംഭവത്തിൻ്റെ പിന്നിൽ മുസ്ലിങ്ങൾ എന്നുള്ള വാക്കോ ഇതൊന്നും ആരും കാണാറില്ല. കാരണം എന്താണ്? അവിടെ ബി ജെ പിക്കാരില്ല എന്നുള്ളതാണ്. ബി ജെ പിക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ പേരൊക്കെ പറഞ്ഞ് അതോടെ നടക്കും. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്താണ്, അത് ഈ പോറ്റിയെ കേറ്റി എന്നുള്ള വാക്ക്, ആ പാട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം കാപട്യാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്കും. അതായത് ഈ വിഷയം സത്യത്തിൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പോലും ഇവിടുത്തെ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ നാട് ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് ഈ വർഗീയതയിൽ. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബി ജെ പിന്നെ ആ വിഷയത്തിൽ എനിക്ക് ആലോചിക്കുമ്പോൾ എത്ര പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം പോലും കാണാൻ ബി ജെ പിക്കാർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ നാട്ടുകാർ എത്തി നിൽക്കുന്നത്. അതായത് ഓരോ വിഷയവും മുന്നിൽ നിർത്തിക്കൊണ്ട് ഓരോ രാഷ്ട്രീയക്കാരും അവരവരുടെ രാഷ്ട്രീയം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ബി ജെ പി അവരുടെ രീതിയിൽ, കോൺഗ്രസ്സുകാർ അവരുടെ രീതിയിൽ, കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രീതിയിൽ. പക്ഷേ ഇതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ എന്താണ്? അത് ഈ ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്നൊരു സാധനം, ബി ജെ പി എന്ന് പറയുന്നൊരു സംഗതി, ഇത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കാലങ്ങളായിട്ട് അവരവരുടെ രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അതിനവർ പറയുന്നത് എന്താണ്? വർഗീയത വളർത്തുന്നത് അത് ഈ പറയുന്ന ബി ജെ പി ആണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ സത്യത്തിലിപ്പോൾ എന്താ നമ്മളിവിടെ കാണുന്നത്? ഈ വർഗീയത ഇളക്കി വിടുന്നത് ആരാണ്? ഈ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് വർഗീയത കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കളി കളിക്കുന്നത് ആരാണ്? ഇവിടെ ഈ പറയുന്ന കോൺഗ്രസും. അത് ഇപ്പോൾ അതെ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള ആ പാട്ട് വെച്ചുകൊണ്ട് പോലും അത് മുസ്ലിമാണ് എഴുതിയത് എന്ന് വരെ വരുത്തി തീർത്ത് മതസ്പർദ്ധ എന്നൊക്കെയുള്ള തരത്തിലേക്ക് അത് കൊണ്ടുപോയിട്ട് ഇത്രമാത്രം സംഘിയെ പോലെ അല്ലെങ്കിൽ ബി ജെ പിക്കാരെ പോലും ഇതേപോലെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു വർഗീയ ഒരു കളി കളിക്കുന്നത് ആരാണ് ഇവിടുത്തെ? അത് കോൺഗ്രസിനേക്കാൾ ഒരു പടി മുകളിൽ പോയിക്കൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ നടത്തുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ടും ആരെങ്കിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ബി ജെ പിക്കാർ വല്ലതും പറയുന്നുണ്ടോ? അവർക്ക് വല്ലതും മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ ആ സംഗതിയെ ആ രീതിയിൽ കാണുന്നില്ല. ഇതിൽ ഇപ്പം ഞാൻ പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ ഈ വർഗീയത എന്ന് പറയുന്ന സാധനം അത് ഒരു ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹൈപ്ഡ് ആയിട്ടുള്ള, ഓവർ ഹൈപ്ഡ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, ഹൈപ്ഡ് ആയിട്ടുള്ളൊരു സാധനം, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് ഞാൻ പറയാം. നമ്മുടെ യഥാർത്ഥത്തിൽ ഈ നാട്ടുകാർ അവർക്ക് കുറേ കൂടി ബോധമുണ്ട് ഈ രാഷ്ട്രീയക്കാരെക്കാളും എന്നതാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ഈ ശബരിമല വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ നോക്കിയപ്പോൾ ആ നാട്ടുകാർ അതിൽ വീണിട്ടില്ല. ഇവിടെ ഇപ്പോൾ പല വിഷയങ്ങളുണ്ടായി. അതിനകത്തൊന്നും തന്നെ ഈ സ്വർണം കട്ടതിൻ്റെ പേരിലും ഒക്കെ നമ്മളിവിടെ കാര്യങ്ങൾ കാണുമ്പോൾ അതിലൊന്നും നാട്ടുകാർ വീഴുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവിടെ ഒരു മാറ്റിമറിച്ച് വോട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ മാറ്റുക എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എപ്പോഴും മലയാളികളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇനിയും ആവർത്തിക്കുമ്പോൾ അതിൽ അടുത്ത നറുക്ക് വീഴാൻ പോകുന്നത് എപ്പോഴും ബി ജെ പിക്കായിരിക്കും ഇനി എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. കാരണം എന്താണ്? ഇതിൽ വർഗീയതയേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. വർഗീയത അവർ ചെയ്യുന്നു എന്ന് ആരോപിക്കുകയും എന്നിട്ട് സ്വയം ഈ വർഗീയത എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആളുകൾക്ക് തിരിച്ച് ചിന്തിക്കാനുള്ളൊരു വഴിയായിട്ട് മാറുന്നു. കുറേ ആളുകളെങ്കിലും മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ വിഷയവും നിങ്ങളെടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഈ വർഗീയത എന്ന് പറയുന്നൊരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അത് ബി ജെ പി ആണ് അതിൻ്റെ ആകെയുള്ള അതിൻ്റെ പ്രായോജകർ എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് തങ്ങൾ നടത്തുന്ന ഈ തരത്തിലുള്ള സംഗതികൾ, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരു ശുദ്ധി കലശം നടത്തുന്നതിനെ കുറിച്ച് വരെ നമ്മളിവിടെ ഒരു വാർത്ത കണ്ടു.
ആ ശുദ്ധികലശം എന്ന് പറയുന്ന സാധനം അത് ചാണകവെള്ളം കൊണ്ടാണ് നടത്തിയെന്നുള്ളത് തെളിയിക്കൂ എന്നൊക്കെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്, ചാണകവെള്ളം കൊണ്ടാണോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ നമ്മുടെ പ്രശ്നം, ശുദ്ധികലശം നടത്തിയോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഈ ശുദ്ധികലശം എന്ന് പറയുന്നത് അതൊരു ഐത്തത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്. അത് നിങ്ങൾ നടത്തുന്നു, അത് ചെയ്യുന്നത് മുസ്ലിം ലീഗാണെന്ന് വരുമ്പോൾ സത്യത്തിൽ ഈ ജാതി വ്യവസ്ഥിതിക്കെതിരെ ഘോരഘോരം പറഞ്ഞുകൊണ്ട് നടക്കുകയും ജാതി വ്യവസ്ഥിതി ഒരു വലിയ പ്രശ്നമാണെന്ന് പറയും, അതിൻ്റെ പഴി മുഴുവൻ ഹിന്ദുക്കളുടെ തലയിലേക്ക് ഇടുകയും എന്നിട്ട് അതേ സാധനത്തിൻ്റെ ആ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ആരാണ്? മുസ്ലിം ലീഗ്, ഇവിടുത്തെ ഇടതുപക്ഷം, ഇവരല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാതി എന്ന് പറയുന്ന വിഷയം അതിവിടെ നിലനിൽക്കുന്നതും അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ആരാണ്? സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളാണോ? ഈ BJP ആണോ? അല്ല, അത് ഈ പറയുന്ന ഇടതുപക്ഷവും ഈ കോൺഗ്രസ്സും ഒക്കെ തന്നെയായിട്ട് മാറുന്നു. UDF LDF തന്നെയാണ് മാറുന്നത്. ഈ തരത്തിലുള്ള ഓരോ സാധനങ്ങളും, വർഗീയത എന്ന് പറയുന്നു, മതനിന്ദ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അതെപ്പോഴും ഏതെങ്കിലും ഒരു സിനിമയ്ക്കെതിരെയോ അല്ലെങ്കിൽ വല്ല പുസ്തകത്തിനെതിരെയോ ഒക്കെ ഇവിടുത്തെ BJPക്കാർ അല്ലെങ്കിൽ അതിൽപ്പെട്ടുള്ള ഏതെങ്കിലും ആളുകൾ പറയുമ്പോൾ അതോടനെ വലിയ പ്രശ്നമാണ്. അത് തന്നെയല്ലേ നമ്മളുടെ ഇടതുപക്ഷം ഇവിടെ ചെയ്തത്? പാട്ടിന് അത് ഹിന്ദുത്വ വ്രണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഹിന്ദുക്കൾക്ക് പൊട്ടാത്ത വ്രണം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊട്ടുക എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പം ഞാനിവിടെ ഡിങ്കബാങ്ക് ഇറക്കിയപ്പോൾ അത് വ്രണം പൊട്ടി കുറേ കാക്കാമാരെ എനിക്കെതിരെ കേസ് പോയി എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞ മാതിരി ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് പൊട്ടണം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിനു പൊട്ടണം? ഇതാണ്, അത് പൊട്ടാത്ത ആളുകൾക്ക് പൊട്ടിയിട്ടുണ്ടാകാം എന്ന് വരെ പറയുന്ന അവസ്ഥ. പൊട്ടിയിട്ടുണ്ടാവും, പൊട്ടണമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്നാണ് പിടികിട്ടാത്തത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാത്തത്. കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ തരത്തിൽ ഈ സാധനം ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും ഇതൊരു വലിയ പ്രശ്നമാണെന്ന് പറയുകയും എന്നിട്ട് അതിൻ്റെ പഴി മുഴുവൻ വേറൊരാളെ തലയിലേക്ക് ഇടുകയും അത് BJPയുടെ തലയിലേക്ക് ഇടുന്ന അവസ്ഥയും എന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങൾ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ സത്യത്തിൽ ഇത് ആവശ്യമാർക്കാണ്? ഇത് ഇവരുടെ രാഷ്ട്രീയം വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. മറ്റൊരു വിഷയം, ഇപ്പോൾ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ, വെൽഫെയർ പൊളിറ്റിക്സ് ഒക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിലേക്കുള്ള ചർച്ചകൾ പോകാതിരിക്കുക. എന്നിട്ട് എപ്പോഴും ഇത് ഈ വർഗീയതയിലും ഈ പറയുന്ന മതത്തിലൊക്കെ കെട്ടുപണിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഇടതിൻ്റെയും വലതിൻ്റെ ആവശ്യമായിട്ട് മാറുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ജാതി തിരയുക, അതല്ലെങ്കിൽ അതിനകത്ത് മതം തിരയുക എന്നൊക്കെയുള്ള കാഴ്ച. ഇവിടെ ബംഗ്ലാദേശിലെ വിഷയം വരുമ്പോൾ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഈ മതമുണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ അത് പറയുമ്പോൾ BJPക്കാർ തല്ലിക്കൊന്ന കാഴ്ച അത് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോകും. കാരണം എന്താണ്? നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിൽ അതിൻ്റേതായിട്ടുള്ള ചില നിയമവശങ്ങളും ഉണ്ട്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നൊരു പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ച അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത നമ്മളുടെ പീനൽ കോഡ്, ആ പീനൽ കോഡിൽ കൃത്യമായിട്ട് ഈ മോബ് ലിഞ്ചിങ്ങിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തുകയും അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് മുന്നേ ഉണ്ടാവാത്ത ഒരു സാധനം, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തൊരവസ്ഥയാണ് ഇതിൻ്റെ സെക്ഷൻ 103(2) എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശിക്ഷ കൊടുക്കുന്ന ഒരു കാഴ്ച ഇതിലേക്ക് വരികയാണ്. എന്നുവെച്ചാൽ ഒരു റൂൾ ഓഫ് ലോ ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെയാണ് വീണ്ടും ബംഗ്ലാദേശ് ചർച്ചയാവുന്നത്. ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു നിയമമോ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമോ ഇല്ല. അവിടെ മോബ് ലിഞ്ചിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം, എന്തിൻ്റെ പേരിലും ചെയ്യാം. ആരും എവിടെയും ഒന്നും ഇടപെടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. മുഹമ്മദ് യൂനുസ് നോക്കി നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കാഴ്ചയും കൂടിയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെയാണ് നിങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഹെയ്റ്റ് ക്രൈംസിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചയെ നമ്മളിവിടെ കാണുന്നതാണ്. അത് ശരിയല്ല. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊന്നും ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അക്രമങ്ങളുണ്ട്, അതിനെ നമ്മൾ കൃത്യമായിട്ട് നേരിടണം. അത് BJPക്കാർ കൊന്നത് മാത്രം ആകരുത്. അത് മധുവിൻ്റെ കേസിലും പറയണം, അത് രാജേഷ് മാഞ്ചിയുടെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് മുൻകൂട്ടി കണ്ട് ഇത്തരം സംഗതികളെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിയമനിർമ്മാണം നടത്തുന്ന ഒരു സംവിധാനം, ഒരു സർക്കാർ സംവിധാനമുണ്ട്. അത് ഏത് സർക്കാരും ആയിക്കോട്ടെ, ഇത് നടപ്പിലാക്കേണ്ട ചുമതല നമ്മുടെ നാട്ടുകാർക്കുണ്ട്, ഇവിടുത്തെ പോലീസിനുണ്ട്. അതാണ് നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഇവിടെ കൂടുതൽ വിശ്വാസത്തിലെടുക്കേണ്ടത്. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല, നിയമം മുഴുവൻ അങ്ങ് നശിച്ചു എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ നിയമം ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിന് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ
കേസ് നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കി അതിൻ്റെ പണി പോലീസുകാർ ക്ലിയറായിട്ട് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ട് ഇത് ആവർത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു മോബ് ലിഞ്ചിങ്ങിന് ത്വര കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇത് പഴയ മാതിരിയല്ല, ബംഗ്ലാദേശ് അല്ല, ഇന്ത്യ. ഇത് ഇന്ത്യ തന്നെയാണ്. ഇവിടെ നിങ്ങളിത് ചെയ്താൽ ഉണ്ട തിന്നും എന്നുള്ളതിലൊരു സംശയവും വേണ്ട. ഇവിടെ അത്തരത്തിലുള്ള ഒരു റൂൾ ഓഫ് ലോ ഉള്ള ഒരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിലെ വിഷയം പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വേളയിൽ നമ്മൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പുകമറയായിട്ട് മാറുകയും നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. അത് സംഭവിച്ചാലുണ്ടാകുന്ന കുഴപ്പം ഓരോ വിഷയവും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോവുകയും നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഇടപെടുന്ന അവസ്ഥകളായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കാരണക്കാരായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകുന്ന ആളുകളായിട്ടൊക്കെ വരാം. അത് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് തടയേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ഈ പറഞ്ഞ പ്രശ്നം. നമ്മൾ കണ്ടതാണ്. നുപൂർ ശർമ്മയുടെ വിഷയത്തിൽ വന്നപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത്. കാരണം എന്താ, ഈ ഒരു സംഗതി തന്നെ നിങ്ങളെടുക്കുക. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ BJP-ക്കാർ കൊന്നു, ഇതുപോലെ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. നുപൂർ ശർമ്മ അവിടെ നടത്തിയ വിഷയത്തിൻ്റെ പേരിൽ നുപൂർ ശർമ്മയുടെ തലവെട്ടണമെന്ന് പറയും, സർ തൻസെ ജുദ എന്ന് പറഞ്ഞ് നടക്കുകയും മാത്രമല്ല, കനയ്യലാൽ എന്ന് പറയുന്ന ഒരു ടൈലറെ പോയിട്ട് കഴുത്ത് വെട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടിട്ട് ഇന്ത്യ കത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു മതത്തിൻ്റെ നിയമം എടുത്തു വെച്ചുകൊണ്ട് ഒരു സംഗതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഒരു മതനിയമം ഇല്ലാത്തതിൻ്റെ പേരിൽ തിരിച്ച് ഒരു സാധനം നടപ്പിലാക്കാൻ ഇല്ലാത്തതാണ് എന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റുകയാണ്. അതല്ല കാരണം. മതത്തിൻ്റെ നിയമം ഉണ്ടെങ്കിലും അതിനു മുകളിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് ഒരു കൂടുതൽ വില കൊടുക്കുന്ന ഒരു വലിയ സമൂഹം, ഒരു സാധാരണ ഹിന്ദു സമൂഹം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് കനയ്യലാലിൻ്റെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ ഇറങ്ങിത്തിരിക്കാഞ്ഞത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ കത്തിയിട്ടുണ്ടാകുമായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഓർക്കുക. കർണാടകയിൽ ഈ പറയുന്ന ഹിജാബിൻ്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുത്തിത്തിരിപ്പ് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ മധ്യപ്രദേശിൽ അവിടെ ഒരു ഹിന്ദു കുട്ടികളെ കൊണ്ട് ഈ ഹിജാബ് ഇടിയിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് നിങ്ങൾ ആരും അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് വരുന്നിടത്ത് തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു ആ ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കളിക്കുന്ന ഇരവാദ കളികളും ഭീകരവാദ കളികളും വീരവാദ കളികളും ഈ തരം കളികളിൽ താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം. അവരെ കൂടുതൽ സെമറ്റൈസ് ചെയ്തുകൊണ്ട് ആയുധം എടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതനിയമം ഇല്ലാത്തതിൻ്റെ പേരിലല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. അവർ കുറേയും കൂടിയും സിവിലൈസ്ഡ് ആയതുകൊണ്ടാണ് എന്നത് തന്നെയാണ്. അതിൽ സിവിലൈസ്ഡ് അല്ലാതെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മറയ്ക്കാനും അതിനെ ജനറലൈസ് ചെയ്ത് അതിനെ അതും ഇതൊക്കെ ഒന്നാണ് എന്ന് പറയാനും ബാലൻസ് ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ സിവിലൈസ്ഡ് ആവുക എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയി നിങ്ങൾ സ്വയം നന്നാവാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ അവിടെ തുടർന്ന് മുന്നോട്ട് പോകും. ഇതാണ് ഉണ്ടാവുക. ഇവരെ കണ്ട് പഠിക്ക് എന്നാണ് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഹിന്ദുക്കളെ കണ്ടിട്ട് കാക്കമാരി നിങ്ങൾ പഠിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുക. സിവിലൈസ്ഡ് ആവാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ എടുക്കണം എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഇന്ത്യ ബംഗ്ലാദേശ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.